തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത് കോടികളുടെ തട്ടിപ്പും ധൂർത്തുമെന്ന് BJP. 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. നഗരസഭയിലെ എല്ലാ ടെൻഡറിലും അഴിമതി നടന്നതായും BJP തെളിവുകൾ നിരത്തി ആരോപിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചത്? ഗൗതം, നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 കൊല്ലം തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന അഴിമതികൾ അത് ചില്ലറയല്ല. നിരവധി അഴിമതികൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. CPM ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ 21-കാരിയായ ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ചത്. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണം നടത്തിയെല്ലാമാണ് ഈ നിയമസഭാ ഭരണം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നത്. അങ്ങനെ ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നഗരസഭയുടെ ഭരണം, ആ ഭരണം ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ എന്തിന് ഏൽപ്പിച്ചു എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പുറത്തുവിട്ടത്. അതായത് അഴിമതിയുടെ കൂത്തരങ്ങായി തന്നെ നഗരസഭ മാറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നേരത്തെ പലതവണ പല അഴിമതികൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കണക്ക് നിരത്തിക്കൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അതായത് കിച്ചൺ വേസ്റ്റ് ബിന്നുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ അഴിമതി ഉണ്ടായിരിക്കുന്നത്. നഗരത്തിലെ മാലിന്യങ്ങൾ, വീടുകളിലെ മാലിന്യ സംസ്കരണം ഉണ്ടാകുക, അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നത് അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കിച്ചൺ വേസ്റ്റ് ബിന്ന് പദ്ധതിക്ക് തുടക്കം ഇടുന്നത്. ആ കിച്ചൺ വേസ്റ്റ് ബിന്ന് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് 2016 മുതൽ 2025 വരെയുള്ള കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ നടത്തിയ അഴിമതികൾ. അതുമായി ബന്ധപ്പെട്ട് അതായത് ഈ കിച്ചൺ വേസ്റ്റ് ബിന്ന് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ അഴിമതി നടന്നിരിക്കുന്നത്. അതിൽ അഴിമതി എന്ന് പറയുന്നത് കരാർ കമ്പനികൾക്ക് കരാർ നൽകാതെ, ടെൻഡർ വിളിക്കാതെയാണ് കരാർ നൽകിയതെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതായത് ഈ ഒരു കരാർ കമ്പനി, കോയമ്പത്തൂർ ആസ്ഥാനമായ ഒരു ഒമേഗ എന്ന ഒരു കരാർ കമ്പനി, ആ കരാർ കമ്പനിക്ക് കരാർ ഏൽപ്പിക്കുമ്പോൾ ടെൻഡർ വിളിക്കണമെന്ന സാമാന്യ നിയമം പോലും പാലിക്കാൻ ഈ നഗരസഭ അധികൃതർ തയ്യാറാകാതെയാണ് ഇത്തരത്തിൽ കോടികളുടെ അഴിമതിക്ക് വേണ്ടിയിട്ട് കളമൊരുക്കി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് 3 ലക്ഷത്തിൽ കൂടുതൽ തുക വരുന്ന ഏത് പദ്ധതികൾക്കും ടെൻഡർ വിളിക്കണമെന്നാണ് സാമാന്യ നിയമം. അതായത് നഗരസഭ ആക്ടിലും അത് പറയുന്നുണ്ട്. എന്നാൽ അത്തരം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ കോടികൾ ടെൻഡർ ഈ പല ഘട്ടങ്ങളിലായിട്ട് 2-3 ഘട്ടങ്ങളിലായിട്ട് ഈ കമ്പനിക്ക് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ ഒമേഗ കൺസൾട്ടൻസി എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി കോയമ്പത്തൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെയുള്ള കമ്പനിക്ക് ഇത് കൊടുക്കുന്നത് മാത്രമല്ല, ഈ ഉപകരണം, ആ കമ്പനിയുടെ കിച്ചൺ വേസ്റ്റ് ബിൻ ഈ കമ്പനിയുടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇത് വ്യാപകമായി ഈ കമ്പനിയിൽ നിന്നും ഈ കിച്ചൺ വേസ്റ്റ് ബിന്ന് കൊണ്ടുവരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് കോടിക്കണക്കിന് രൂപയാണ് ഇതിന് അനുമതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ശുചിത്വ മിഷന്റെ അനുമതി വേണമായിരുന്നു ഇത്തരം കമ്പനികൾക്ക് അനുമതി നൽകുവാൻ. എന്നാൽ അങ്ങനെ യാതൊരുവിധ അനുമതിയും ഇല്ലാഞ്ഞിട്ട് പോലും ഈ നഗരസഭാ അധികൃതരും CPM നേതാക്കളും എല്ലാം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്പനിക്ക് മറ്റൊരു അനുമതി സംഘടിപ്പിക്കുകയും തുടർന്ന് ഈ കരാർ നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തത്. അതായത് കിച്ചൺ വേസ്റ്റ് ബിൻ പദ്ധതി എന്ന് അടുക്കള മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി തയ്യാറാക്കിയിട്ടാണ് അതിൽ ഇങ്ങനെ അഴിമതി നടത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. അതായത് ഏത് വിധേനയും CPMനും അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ളവർക്ക് പണം അടിച്ചു മാറ്റുവാനുള്ള, അഴിമതി ചെയ്യുവാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്ന ഒരു നിലയിലേക്ക് ഇത്തരത്തിൽ പദ്ധതികൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടെൻഡർ വിളിക്കുമ്പോൾ ആ ടെൻഡർ വിളിക്കുന്നതിന് പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും പാലിക്കാതെ തന്നെ ടെൻഡർ വിളിച്ചതാണ് ഇത്തരത്തിൽ അഴിമതിക്ക് കളം ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഫണ്ടെല്ലാം, അതായത് ഇത്തരം
ഈ തുകകൾ അത് വ്യക്തിപരമായിട്ടും പാർട്ടിപരമായിട്ടും ഫണ്ടിലേക്ക് മാറ്റുന്നതിനെല്ലാം കളമൊരുങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്, കണക്കുകളെല്ലാം നിരത്തിക്കൊണ്ട് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അതും പറയുന്നത് ഇത്തരത്തിൽ നഗരസഭ അഴിമതിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുഴുവനും നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭ സംബന്ധിച്ചിടത്തോളം നടന്നതെല്ലാം അഴിമതിയാണ്. ഇത്തരത്തിൽ നിരവധി അഴിമതികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ കിച്ചൺ വേസ്റ്റ് ബിന്നുമായി ബന്ധപ്പെട്ട് അത് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി നടന്നത്. മറ്റൊന്ന് ഈ ടെൻഡർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പല കമ്പനികളുടെയും ടെൻഡർ വിളിക്കുന്നതിലും ഈ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടെല്ലാം ടെൻഡർ വിളിക്കുന്നതിലെല്ലാം അഴിമതി നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. തിരുവനന്തപുരം നഗരസഭ നഗരസഭയെ സംബന്ധിച്ചിടത്തോളമുള്ള അഴിമതികൾ ഓരോന്നും അക്കമിട്ട് നിരത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയതായിട്ട് വന്ന അഴിമതി പുറത്തു വന്നതാണ് കിച്ചൺ വേസ്റ്റ് ബിന്ന്. അടുക്കള മാലിന്യത്തിൽ പോലും അഴിമതി നടത്തുന്ന നിലയിലേക്ക് സംസ്ഥാനത്തെ ഭരണകൂടം, അതും ഇടത് ഭരണകൂടം എത്തുന്നു. തലസ്ഥാനത്തെ തന്നെ നഗരസഭ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭ, ആ നഗരസഭയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അഴിമതിക്ക് കളമൊരുക്കുന്ന ഒരു സാഹചര്യം എത്തിയത്. നേരത്തെ തന്നെ BJP ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇത്തരത്തിൽ നിരവധി തവണ BJP-യുടെ പ്രതിപക്ഷ കൗൺസിലർമാർ തന്നെ നിരവധി അഴിമതികൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി.